നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ഒരു കാത്തിരിപ്പിലാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അതൊരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവരുമായിട്ട് നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ജീവിതത്തിലുടനീളം അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല സംഭവിച്ചത്. എന്തൊക്കെയോ കാരണങ്ങളാൽ നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയി എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു കാത്തിരിപ്പിലാണ് പലരും ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയും അതുതന്നെ ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ സങ്കടവും അതുതന്നെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കരികിലേക്ക് വരും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഒരു കണ്ടുമുട്ടൽ സാധ്യമാവും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം പലരിൽ നിന്നും കിട്ടുന്നതാണ്. കൂടാതെ ഈ ഒരു സമയം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ അനുഭവപ്പെടുന്നതാണ്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല, പല കാര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉപദേശവും മാർഗനിർദ്ദേശവുമൊക്കെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഏതെങ്കിലും കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പമോ ഒക്കെ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിലിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ലെന്ന തോന്നൽ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സുഹൃത്തുക്കളോ കുടുംബമോ നിങ്ങളെ കൈവിട്ടതായിട്ടുള്ള ഒരു തോന്നലോ, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടും തുറന്ന് പറയാനായിട്ട് കഴിയാതെ ഉള്ളിലൊതുക്കി കഴിയുന്നതോ ആയിട്ടുള്ള ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായത് ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, സഹായം നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. എന്നാൽ നിങ്ങളുടെ വിഷമങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു വെളിച്ചത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, മറ്റുള്ളവരോട് സഹായം ചോദിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. ഇവിടെ ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ടെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സങ്കടങ്ങളെ അതിജീവിക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു ആവേശം നിങ്ങളിൽ പലരിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് പുതിയ ബിസിനസ്, ജോലി അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത്തരത്തിൽ അതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇപ്പോൾ പലരും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ ഇപ്പോഴുള്ള ആ ഒരു ആവേശം നല്ലതാണ്. പക്ഷേ അവിടെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഒരു കാര്യത്തിലും പെട്ടെന്ന് എടുത്തു ചാടരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു നിലയിൽ എത്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വളരെയധികം ആത്മവിശ്വാസത്തോടെയും
ധൈര്യത്തോടെയും കാര്യങ്ങളെ നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിയിലോ കുടുംബത്തിലോ മറ്റുള്ളവരെ നയിക്കാനും അവിടെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കാനുമൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വെറുതെ സ്വപ്നം കണ്ടിരിക്കാതെ അതിനുവേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ച് ഒരു വിജയം നേടണം എന്നുള്ള ഒരു വാശി നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ബുദ്ധിപൂർവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും തടസ്സമൊന്നുമില്ലാതെ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാവുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങൾ വളരെ കാലമായിട്ട് കാത്തിരുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ശക്തി, ധൈര്യം, മാനസിക പക്വത ഇവയൊക്കെ കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പലരിലും ഈ ഒരു സമയം സ്നേഹവും സഹതാപവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ വേദനിപ്പിച്ചവരോട് പോലും ക്ഷമിക്കാനും സങ്കടപ്പെടുന്നവരെ ചേർത്ത് നിർത്താനും അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെയുള്ള ഒരു മനസ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇവിടെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും മുൻഗണന നൽകാനും ശ്രമിക്കണമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വളരെയധികം കടന്നു വരുന്നുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാവുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല സന്തോഷ വാർത്തകളും നിങ്ങളെ തേടി എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.